ഹലോ എവരിവൺ, വെൽക്കം ടു കോഡ് ക്യൂസ്. കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമ്മൾ കണ്ടുവെച്ചാൽ എന്താ പാറ്റേൺ പ്രിന്റിംഗ് ആയിരുന്നു. പാറ്റേണിന്റെ പല പല ലോജിക്കുകൾ, ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ പ്രിന്റ് ചെയ്യാം, അതിന്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അറേനെ കുറിച്ചാണ്. അപ്പോൾ അറേയിലേക്ക് വരുമ്പോൾ ബേസിക്കലി അറേ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ, ഒരു റോ ഡാറ്റ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. കുറേ ഡാറ്റാസ് ഒരു ബ്രാക്കറ്റിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നു, കളക്ഷൻ ഓഫ് ഡാറ്റ. ആൻഡ് ഈ ഒരു ലിസ്റ്റ് ഓഫ് വീഡിയോസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ അറേ മാനിപ്പുലേഷനാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ഡാറ്റ അല്ലെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസിക്കലി ഡാറ്റ എന്ന് പറയുന്നത് ഒരു റോ മെറ്റീരിയൽ പോലെ, ഇപ്പം എന്താ പറയുക, ഒരു തടിക്കഷ്ണമൊക്കെ പോലെ. നമ്മൾ ഒരു തടിക്കഷ്ണം കൈ കിട്ടിയാൽ എന്തൊക്കെയാണ് ചെയ്യുക? വെച്ച് വാതിലുണ്ടാക്കും, ജനലുണ്ടാക്കും, മേശ, കസേര, ലൈക്ക് എനിത്തിങ്. നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതിനൊരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു റോ മെറ്റീരിയൽ കിട്ടി, അത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗമുള്ള ഒരു സാധനമൊക്കെ മാറ്റി. അതേപോലെ തന്നെയാണ് ഈ ഡാറ്റയും ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ എന്ന് പറയുന്നത് ഈ റോ മെറ്റീരിയലും, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗമുള്ള സാധനവും. അപ്പോൾ കയ്യിലൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗമുള്ള കുറച്ച് ഔട്ട്പുട്ടായിട്ട് എടുക്കും. അതിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുക. ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്ലാസ്സിൽ ഉള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെ മാർക്ക് കിട്ടി. അപ്പോൾ അത് ഒരാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്താ ചെയ്യുക? ഏറ്റവും കൂടിയ മാർക്ക് എത്രയാണെന്ന് നോക്കും, ഏറ്റവും കുറഞ്ഞ എത്ര മാർക്കാണെന്ന് നോക്കും, അതേപോലെ അതിൽ ആവറേജ് എത്ര മാർക്ക് ഉണ്ട്, എല്ലാവരുടെയും കൂടി ഒരു ആവറേജ് എത്ര മാർക്ക് വരും. അത് വെച്ച് നമുക്ക് ആ ക്ലാസ്സിൻ്റെ പെർഫോമൻസ് അളക്കാൻ പറ്റും. അതേപോലെ അപ്പം നമുക്ക് എന്താ കിട്ടിയത്? ആദ്യം ഒരു സെറ്റ് ഓഫ് മാർക്ക്, അതിനെ കുറച്ച് പ്രോസസ്സിങ് ചെയ്തു. അപ്പം നമുക്ക് അതിൽ നിന്ന് ആ ക്ലാസ്സിൻ്റെ പെർഫോമൻസും അതേപോലെ കുറച്ച് വ്യക്തികളുടെ പെർഫോമൻസ് ഒക്കെ കിട്ടും. അതാണ് നമ്മുടെ ഇൻഫർമേഷൻ. അതാണ് നമ്മൾ പിന്നീട് എന്തെങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം അതേപോലെയാണ് ഡാറ്റയും ഇൻഫർമേഷൻ. അപ്പം നമുക്കിവിടെ അറേ എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. ആൻഡ് ആ ഡാറ്റ എങ്ങനെയൊക്കെ പ്രോസസ്സ് ചെയ്തെടുക്കണം, അതാണ് ആ മെത്തേഡ്സുകളാണ് നമ്മൾ ഈ വരുന്ന വീഡിയോസിൽ നോക്കാൻ പോകുന്നത്. ഒരു അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അത് അതിൻ്റെ ഇൻഡെക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്, നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടിയ മാർക്ക് എത്ര, ഏറ്റവും കുറഞ്ഞ മാർക്ക് എത്ര എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ ലാർജസ്റ്റ് വാല്യൂ, സ്മോളസ്റ്റ് വാല്യൂ, സെക്കൻഡ് ലാർജസ്റ്റ്, സെക്കൻഡ് സ്മോളസ്റ്റ്, ഈ 4 കോൺസെപ്റ്റുകളായിരിക്കും നമ്മൾ ഈ വീഡിയോസിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ, ഒരു അറേ ഉണ്ടാവും, ലൈക്ക് anything 3 2 7 9 5. ഒരു റാൻഡം അറേനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ അറേയിലെ ലാർജസ്റ്റ് വാല്യൂ എത്രയെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ, മാക്സിമം ഇതിപ്പോൾ 9 വലുത്, 9 വലുത് 22 ഉണ്ടായിരുന്നു, 22 വലുത് 32 ഉണ്ടായിരുന്നു, അങ്ങനെ നോക്കിപ്പോവും അല്ലേ. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ നമുക്ക് ലൈക്ക് 3 2 7 കാണുമ്പോൾ 3 7 9 അങ്ങനെ ആലോചിച്ചോളൂ, ഏറ്റവും കൂടിയത് ഏതാണ്, ഏറ്റവും കൂടിയത് ഏതാണ്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടിയ ഏതാണ് നമ്മൾ ഓൾറെഡി മൈൻഡിൽ ഉറപ്പിക്കുന്നുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിനാവുമ്പോൾ അത് ഉറപ്പിച്ചു കൊടുക്കാനായിട്ട് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പം എന്താ, നമ്മുടെ ലാർജസ്റ്റ് വാല്യൂ L എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ നോക്കാം. എന്നിട്ട് അതിന് ഒരു വളരെ ചെറിയൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം, 0. ഇപ്പം നോക്കാം, ഇപ്പം ഇതിനേലും വലുതാണ് 3, അപ്പം നമ്മൾ എന്താ, അതിന് പകരം 3 ഇട്ട് കൊടുക്കും. പിന്നെ അതിനേലും വലുതാണ് 7, അപ്പം 7 ഇട്ട് കൊടുക്കും. പിന്നെ അത് 9 ആവും, പിന്നെ അത് 22 ആവും, പിന്നെ അത് 32 ആവും. അങ്ങനെ അറ്റം എത്തിക്കഴിയുമ്പോൾ 32-നേലും വലുതൊന്നും ഇല്ല എന്നാണ്. ഇതാണ് ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയും. സ്മോളസ്റ്റ് ഇതേപോലെ തന്നെ, നമ്മൾ ആദ്യം 3 എടുക്കും, 3-നേലും ചെറുതാണ് 2, പിന്നെ അങ്ങനെ പോകുമ്പോൾ 2-നേലും ചെറുതൊന്നുമില്ല, അതുകൊണ്ട് അതാണ് സ്മോളസ്റ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ ഈ ആലോചിച്ചില്ലേ, അത് തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറിലും ചെയ്യാൻ പോകുന്നത്. നമ്മൾ കോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റണ എന്ത് സാധനം നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ആലോചിച്ച രീതി മാക്സിമം ഓരോ സ്റ്റെപ്പിൽ എന്താ ചെയ്തതെന്ന് ആലോചിക്കാം. അതിനെക്കുറിച്ചൊരു കറക്റ്റ് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് കോഡ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവം തന്നെയാണ് ഇവിടെ കോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി ഹാഷ് ഇൻക്ലൂഡ് stdio.chintumane ആ സംഗതികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു അറേ ആദ്യം ഡിക്ലെയർ ചെയ്തേക്കാം.
ഓക്കെ, സോറി, അതൊരു കേളി ബ്രാക്കറ്റ്സിൽ കൊടുക്കണ്ടേ. ഓക്കെ, സോ സം റാൻഡം അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ സൈസാണ്. അപ്പോൾ സിയിൽ സൈസ് എടുക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഉണ്ട്. കാരണം നമ്മിപ്പോൾ ഇതിൽ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് പറയാൻ. എണ്ണി കണ്ടുപിടിക്കാം, 1 2 3 4 5 6 7 8 9 10 എലമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇവിടെ പെട്ടെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല. വലിയൊരു അറിയണമെന്നുണ്ടെങ്കിൽ എണ്ണി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ നമുക്ക് n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അതിന്റെ സൈസ് എഴുതി കൊടുക്കാം. സൈസ് ഓഫ് അറേ ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് അറേ സ്ക്വയർ ബ്രാക്കറ്റ് 0. സോ ഈ ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്നിന്റെ വാല്യൂലോട്ട് അതിന്റെ സൈസ് സ്റ്റോർ ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഏതാന്ന് വേണം. അപ്പൊ അതിന് എൽ എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് അത് സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇൻറ്റ് എൽ ആ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടു. ഇനി നമ്മൾ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് നോക്കും അല്ലെ. അപ്പൊ ഓരോന്നോരോന്ന് അറ്റം വരെ പോകണം. അപ്പൊ ഒരു ഐട്രേഷൻ ആണ്, ഫോർ ലൂപ്പ് വേണം. ഫോർ ഐ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻഡെക്സ് എത്രയെന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ആ ഇൻഡെക്സ് എടുക്കുന്നതും ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി ആ അറേയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊന്ന് നോക്കുക, കണ്ടിട്ടില്ലാത്തുണ്ടെങ്കിൽ അതൊന്നുകൂടി എടുത്ത് നോക്കുക. സോ ഐ ഇസ് ഈക്വൽ ടു 0 അപ് ടു ലാസ്റ്റ് എലമെന്റ് n ആണ്. അപ്പോൾ അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് n-1 ആയിരിക്കും. 0 സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n കൊടുക്കുക, i പ്ലസ് പ്ലസ്. പിന്നെ നമ്മൾ എന്താ ചെയ്തോണ്ടെന്ന് വെച്ചേ, ഓരോ വട്ടവും ഓരോ നമ്പറും ആ എല്ലായിട്ട് കമ്പയർ ചെയ്യും അല്ലെ. ഇഫ് എൽ ലെസ് ദാൻ എ ആർ സ്ക്വയർ ബ്രാക്കറ്റ് ഐ ആണെങ്കിൽ ഓരോ എലമെന്റും എല്ലിനും വലുതാണെന്നുണ്ടെങ്കിൽ എല്ലിലോട്ട് ആ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ലൂപ്പ് കംപ്ലീറ്റ് ഓടുമ്പോഴേക്കും ഓരോ നമ്പറും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഫൈനലി നമ്മൾ അത് പ്രിന്റ് ചെയ്താൽ മതി. പ്രിന്റ് എഫ് ഡബിൾ കോട്ട്സിൽ ലാർജസ്റ്റ് വാല്യൂ ഈസ് %d, അതായത് എൽ. ഓക്കെ, അപ്പോ എൽ ഈക്വൽ ടു 0 നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. ആൻഡ് ഫോർ ലൂപ്പിന് വേണ്ട ഐയും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, അപ്പൊ ലാർജസ്റ്റ് വാല്യൂ 72. നമ്മുടെ ലാർജസ്റ്റ് 72 തന്നെയായിരുന്നു. അത് കിട്ടി. ഇനി ഇവിടെ ഒരു ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഈക്വൽ ടു 0 നമ്മ കൊടുത്തതാ. നമുക്ക് എങ്ങനെ അറിയാം 0 ആണ് ഏറ്റവും ചെറുതെന്ന്? ചിലപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലാ. അപ്പൊ അതൊന്നും പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മ എല്ലിന് മാക്സിമം ചെറിയ വാല്യൂ എന്നുള്ള ഇത് കൊടുക്കണം. അപ്പൊ കൊടുക്കാനായിട്ട് നമുക്കൊരു ലിമിറ്റ് വാല്യൂ ഉണ്ട്. ലൈക്ക് മാക്സിൽ നമ്മ ഇൻഫിനിറ്റി, നെഗറ്റീവ് ഇൻഫിനിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ പോസിറ്റീവ് ഇൻഫിനിറ്റി എന്നുള്ള ഒരു സെറ്റപ്പ് വെക്കും. അതായത് നമുക്ക് ലാർജസ്റ്റ് വാല്യൂ പറയാൻ പറ്റൂല. അപ്പൊ ഏറ്റവും അറ്റം ഇൻഫിനിറ്റി ആണ്. അതേപോലെ ബാക്കിൽ ഏറ്റവും അറ്റം, അതായത് ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ നമ്മ എല്ലിന് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. ഈ നെഗറ്റീവ് ഇൻഫിനിറ്റി പോസിറ്റീവ് ഇൻഫിനിറ്റി പോലെ. അത് സിയിലുള്ളത് ഇൻഡ് മാക്സ് ഇൻഡ് മിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ എല്ലിൽ എന്താ, നമ്മൾ ഏറ്റവും കുറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് ഇൻഡ് മിൻ ഇട്ട് കൊടുക്കും. ആൻഡ് ഈ ലിമിറ്റ്സ് കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മ ആ ലൈബ്രറി ആദ്യം എടുക്കണം. ഹാഷ് ഇൻക്ലൂഡ് ലിമിറ്റ്സ് ഡോട്ട് എച്ച്. അപ്പൊ ഹാഷ് ഇൻക്ലൂഡ് std.h എന്തിനായിരുന്നു? പ്രിന്റ് എഫ്, സ്കാൻ എഫ് അങ്ങനത്തെ കുറെ സാധനങ്ങൾ എടുക്കാനല്ലേ. അതേപോലെ നമ്മൾ പ്രൈം നമ്പേഴ്സിൽ math.h ഉണ്ടായിരുന്നു, സ്ക്വയർ റൂട്ട് എടുക്കാൻ വേണ്ടി. അപ്പൊ അതേപോലെ തന്നെ ലിമിറ്റ് എടുക്കാനായിട്ട് ഇൻഡ് മിൻ, ഇൻഡ് മാക്സ് അതൊക്കെ എടുക്കാനായിട്ട് ലിമിറ്റ്സ് ഡോട്ട് എച്ച് നമ്മൾ കോൾ ചെയ്യണം.
ആൻഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും 72 കിട്ടി. ഒന്ന് നമ്പർ മാറ്റി നോക്കാം. ഓക്കെ, ഇപ്പൊ 37 ആണ് നമ്മുടെ ലാർജസ്റ്റ് വാല്യൂ. പ്രിന്റ് ആവുന്നുണ്ടോ നോക്കാം. 37. സോ നമ്മൾ ലാർജസ്റ്റ് സ്മോളസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ലാർജസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എല്ലിന്റെ വാല്യൂ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞ് എടുക്കണം. അതാവുമ്പോൾ ആദ്യത്തെ എലമെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെല്ലാം വലുതായിരിക്കും ആദ്യത്തെ എലമെന്റ്. ആ വാല്യൂ എല്ലിന് അസൈൻ ചെയ്ത് പൊക്കോളും. എഗെയിൻ പിന്നെ ആ ഫസ്റ്റ് വാല്യൂ ആയിട്ടായിരിക്കും പിന്നീട് എല്ലാം കമ്പയർ ചെയ്തു പോണേ. അപ്പൊ നമുക്ക് ലാർജസ്റ്റ് വാല്യൂ അറയിലുള്ള കിട്ടിക്കോളും. ഇതേപോലെ സ്മോളസ്റ്റ് എന്താ, ഏറ്റവും ചെറുത് വേണം. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ, ആദ്യത്തെ ആളെടുക്കും, അയാളിനേലും ചെറുതാണോ രണ്ടാമത്തെ ആൾ. വീണ്ടും ഇപ്പൊ നമ്മുടെ മൈൻഡിൽ ഒരു നമ്പർ ഉണ്ടാവും. ഇപ്പൊ ഇവിടുത്തെ കേസ് ആണെങ്കിൽ 12 ചെറുതാണ് 7. സോ ഇപ്പൊ മൈൻഡിൽ 7 ആണ് ഏറ്റവും ചെറുത്. പിന്നെ 3 ആണോ നോക്കും. ഇപ്പൊ 3 ആണ് ഏറ്റവും ചെറുത്. ഇപ്പൊ മൈൻഡിൽ കിടക്കുന്ന നമ്പർ 3 ആണ്. ഇനിയുള്ള എല്ലാം 3 ആയിട്ടായിരിക്കും ചെക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അപ്പൊ കണ്ടീഷൻ എന്താ തന്നെ, നമുക്ക് എസിലോട്ട് സ്മോളസ്റ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാം. അപ്പൊ ഇൻഡ് എസ് ഇസ് ഈക്വൽ ടു സ്മോളസ്റ്റ് വാല്യൂന് നമ്മ ചെക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടിയതെടുക്കണം. അതായത് ഇവിടുത്തെ കേസിൽ ഒരു 100 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 112 രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ 12 ആണ് ചെറുത്. അപ്പൊ അതെടുത്തോളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ 100-നേലും വലിയ നമ്പർ അറയിൽ ഇല്ലാന്ന് എന്താ ഉറപ്പ്. അതുകൊണ്ട് ഹയസ്റ്റ് ലിമിറ്റ് എടുക്കും. ഇൻഡ് മാക്സിമം വാല്യൂ എത്രയാണോ അത്. എന്നിട്ട് നമുക്ക് ഇഫ് കണ്ടീഷൻ മൊത്തം മാറ്റേണ്ടി വരുമല്ലോ. കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മ എന്താ ചെക്ക് ചെയ്യണേ, ഇഫ് നമ്മുടെ വാല്യൂ എസ് എന്നുള്ള വാല്യൂനേലും ചെറിയ വാല്യൂ അറയിലുണ്ടെങ്കിൽ, അറയിലെ നമ്പർ എസിനേലും ചെറുതാണെന്നുണ്ടെങ്കിൽ AR²I എസിലോട്ട് അറയില ആ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ ഈസ് എസ്. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ സ്മോളസ്റ്റ് വാല്യൂ ഇസ് 3. അതിവിടെ 3 ആയിരുന്നു സ്മോളസ്റ്റ് വാല്യൂ. ഞാൻ 13 ആക്കുകയാണ്. അപ്പൊ ഇവിടെ 4 ആണ് സ്മോളസ്റ്റ് വാല്യൂ. ജസ്റ്റ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ സ്മോളസ്റ്റ് വാല്യൂ ഇസ് 4. ഇത്രയുള്ള കോൺസെപ്റ്റ്. നമ്മ ലാർജസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മ എന്താ, ഓരോ നമ്പർ എടുക്കും. ഇയാളാണോ വലുതെന്ന് നോക്കും. അയാളാണെങ്കിൽ ഇനി നമുക്ക് ഇയാൾ വെച്ച് ബാക്കിയുള്ളവർ നോക്കാം. അങ്ങനെ നോക്കിപ്പോ. സോ അത് തന്നെ ഇവിടെ ചെയ്യണം. എൽ എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു, അതായിരിക്കും ലാർജസ്റ്റ് വാല്യൂ നമ്മൾ മൈൻഡിൽ ഉറപ്പിച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ അതിനും വലിയൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ എല്ലിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സെക്കൻഡ് ലാർജസ്റ്റ്, സെക്കൻഡ് സ്മോളസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെയിം അറയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കാം. സെക്കൻഡ് ലാർജസ്റ്റ്, സെക്കൻഡ് സ്മോളസ്റ്റ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ, 3ഉം 2ഉം മൈൻഡിൽ 2 നമ്പർ എടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഞാൻ തൽക്കാലം L1 L2 എന്ന് പറഞ്ഞെടുക്കുക. L1 L2 ഈ അറയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സ്മോളസ്റ്റ് വാല്യൂ വെച്ച് എടുക്കുമല്ലോ. അപ്പൊ ആദ്യം 2ഉം 0 എന്ന് പറഞ്ഞെടുത്ത്, പിന്നെ 3 നോക്കും. 3 L1-ലും വലുതാണെന്ന് ആദ്യം നോക്കും. L1-ലും വലുതാണെങ്കിൽ അതെന്ത് വന്നാലും L2-ലും വലുതായിരിക്കും. സോ L1-ന്റെ വാല്യൂ L2-ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ 3 L1-ലും വലുതാണ്. അപ്പൊ 3 എന്ന് പറയുന്ന വാല്യൂ L1-ന് ഇട്ട് കൊടുക്കും. L1-ന്റെ 0 L2-ന് ഇട്ട് കൊടുക്കും. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു 4 കൂടി എഴുതിയേക്കാം. ഓക്കെ, അപ്പോ സെക്കൻഡ് നമ്പർ ഏതാ, 4 L1-ലും വലുതല്ലേ. അപ്പോ L1-ന്റെ വാല്യൂ 4 ആക്കും. ആൻഡ് L2-ന്റെ വാല്യൂ അപ്പൊ 3 ആക്കാലോ. നമ്മൾ ആലോചിക്കുമ്പോ ഇത്രേ ഉള്ളൂ. ഇപ്പൊ 3ഉം 4ഉം ആണ്. 7 കിട്ടി, അപ്പൊ 4ഉം 7 ആയിരിക്കും. 9 വന്നു, അപ്പൊ 7ഉം 9 ആയിരിക്കും. ഇങ്ങനെ സ്പീഡിൽ ആലോചിച്ചു. അത് തന്നെ ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കണത് ഏറ്റവും വലിയ നമ്പറിനെല്ലാം വലുതാണെന്ന്.
ആണെങ്കിൽ ഏറ്റവും വലിയ നമ്പർ ഇപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് ആവും, പുതിയതായിട്ട് വന്ന ആള് ഫസ്റ്റ് ലാർജസ്റ്റ് ആവും. അതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ 4ഉം 3ഉം ആണ്. 2 ആയിട്ട് 4 കമ്പയർ ചെയ്ത് നോക്കി, അല്ല. അപ്പൊ അതല്ല, 3യും കൂടി നോക്കണം. അതുമല്ല. അതിന്റെ കാരണം ഞാൻ അടുത്തതിൽ പറഞ്ഞുതരാം. അടുത്ത എന്താ, 7 എടുത്ത്. 7 4-നേലും വലുതാണ്. സോ ഇവിടെ 7 വന്നു, ഇവിടെ 4 വന്നു. നെക്സ്റ്റ് നമ്പർ 5 ആണെന്ന് വെച്ചോ, ഇവിടെ 9 ഇല്ല എന്ന് വെച്ചോ. അപ്പൊ 5 ആവുമ്പോ എന്താ, 7-നേലും വലുതാണോ? അല്ല. അപ്പൊ 7 7 ആയിട്ട് തന്നെ നിൽക്കും. 4-നേലും വലുതാണോ? ആണ്. അപ്പൊ ഇത് 5 ആക്കണം. അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യണേ, ആദ്യം L1-നേലും വലുതാണെന്ന് നോക്കി. ഇപ്പോ AR സ്ക്വയർ ബ്രാക്കറ്റ് I എന്ന് പറയാം, അത് L1-നേലും വലുതാണെന്ന് നോക്കി. ആണെങ്കിൽ L2-ലോട്ട് L1-ഉം കൊടുത്തു, L1-ലോട്ട് AR സ്ക്വയർ ബ്രാക്കറ്റ് I ആ വാല്യൂം കൊടുത്തു. പിന്നെന്താ, നമുക്ക് ഇൻ കേസ് L1-നേലും വലുതല്ല ആ നമ്പർ എങ്കിൽ നമ്മ എന്ത് ചെയ്യണം, L2-നേലും വലുതാണോ എന്ന് നോക്കും. ആണെങ്കിൽ ആ വാല്യൂ L2-ലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പൊ എന്താ ചെയ്തേ, ആദ്യം നമ്മ ലാർജസ്റ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കും. ആൻഡ് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ലാർജസ്റ്റ് വാല്യൂവിനും വലുതാണെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ ഇപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ ആയിട്ടുണ്ട്, അപ്പൊ അതിലേക്ക് ഇട്ട് കൊടുത്ത്. ആൻഡ് അഗെയിൻ L1-ലോട്ട് നമ്മുടെ ഇപ്പൊ കിട്ടിയ പുതിയ വാല്യൂ, അതായിരുന്നല്ലോ ഏറ്റവും വലുത്. അതായത് ഇപ്പൊ വലുതിനേലും വലുതെന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് കൊടുക്കണമല്ലോ. അപ്പൊ L1-ല് AR സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇൻ കേസ് ഏറ്റവും വലിയ നമ്പർ AR സ്ക്വയർ ബ്രാക്കറ്റ് I അല്ല എന്ന് വിചാരിക്കും, ലൈക്ക് L1-ലും വലുതല്ല ആ നമ്പർ എന്ന് വിചാരിക്കും. നമ്മൾ L2 ആയിട്ട് നോക്കണം. ഇൻ കേസ് വലുതാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത്. 5 എന്ന് പറയുന്ന നമ്പർ 7-ലും വലുതായിരുന്നില്ല, പക്ഷെ അപ്പോഴും 4 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ 4-ലും വലുതായതുകൊണ്ട് സെക്കൻഡ് ലാർജസ്റ്റ് 5 ആയി. ഇനി എന്താ, 8 നോക്കും. 8 7-ലും വലുതാണ്. ഇവിടെ 8 വരും, ഇവിടെ 7 വരും, 22 ഇവിടെ വരും, ഇവിടെ 8 വരും. 17 22-നേലും വലുതല്ല, പക്ഷെ 8-നേലും വലുതായതുകൊണ്ട് സെക്കൻഡ് ലാർജസ്റ്റിലോട്ട് 17 അസൈൻ ചെയ്ത് കൊടുക്കുക. അഗെയിൻ 32 വന്നു, ഇവിടെ 22 വന്നു. 15 32-നേലും വലുതല്ല, 22-നേലും വലുതല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റ് നമ്പേഴ്സ്. ഇത് തന്നെയായിരിക്കും നമ്മൾ പ്രോസസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എഴുതിയ കണ്ടീഷൻ ഒന്നുകൂടി നോക്കാം. നമ്മ ആദ്യം എന്താ ചെയ്യുന്നത്, L1 അതിലോട്ട് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ, L2-ലോട്ട് സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ എന്നുള്ള സെറ്റപ്പിൽ വെക്കും. എന്നിട്ട് L1-ലോട്ട് കമ്പയർ ചെയ്ത് നോക്കും. L1-ലും വലുതാണ്, ലാർജസ്റ്റ് വാല്യൂവിലും വലുതാണ് അറയിലുള്ള വാല്യൂ എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന L1 ആവും. ആൻഡ് L1 എന്ന് പറയുന്നത് ഇപ്പൊ പുതിയതായിട്ട് അറയെന്ന് കണ്ട നമ്പർ ആവും. ആൻഡ് ഇഫ് L1-നേലും വലുതല്ല അറയിലുള്ള നമ്പർ എങ്കിൽ നമ്മ L2 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കും. L2 ആയിട്ടും വലുതല്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്കാം, പക്ഷെ L2-നേലും വലുതാണെന്നുണ്ടെങ്കിൽ L2-ലേക്ക് അറയിലെ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഈ ലോജിക്ക്. ഇനി ഒരു കാര്യം കൂടി, നമുക്ക് L1-ല് അസൈൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ 0, അത് നമുക്ക് എപ്പോഴും ഫിക്സ് ആയിട്ട് എടുക്കാൻ പറ്റൂലല്ലോ, കാരണം ഇവിടെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ വേണം. അതുകൊണ്ട് L1 L2-ൽ നമുക്ക് കൊടുക്കാൻ പോകുന്നത് ഇൻഡ് മിൻ എന്ന് പറയുന്ന വാല്യൂസ് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ കോഡിൽ തന്നെ വേണ്ട, നമുക്ക് ഒന്നുകൂടി ചെയ്യാം. അപ്പൊ ഇനി അറയിൽ ഒന്നും മാറ്റമൊന്നും വരുത്താനുള്ള, സെയിം അറേ സെയിം വാല്യൂ ഫോർ n. ഇനി എന്താ, L1 L2 വേണം. അപ്പൊ ഇൻഡ് L1 equal to L2 is equal to int min. Okay, അവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. തൽക്കാലം നമുക്ക് L1 L2 സെപ്പറേറ്റ് ഒരു വേരിയബിളിൽ ഡിക്ലെയർ ചെയ്യാം, ലൈക്ക് സെപ്പറേറ്റ് ഒരു ലൈനിൽ ഡിക്ലെയർ ചെയ്യാം. ഇൻഡ് L1 L2 പിന്നെന്താ, ഐയും കൂടി വേണമായിരുന്നു. ഓക്കെ, ഇനി എല്ലാം ചെക്ക് ചെയ്യാനുള്ളത് തന്നെ ഫോർ ലൂപ്പ്. ഫോർ I is equal to 1, I less than or equal to
ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ലെസ് ദാൻ n i പ്ലസ് പ്ലസ്. ആൻഡ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യം എന്താ ലാർജസ്റ്റ് വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ഇഫ് L1 is less than AR സ്ക്വയർ ബ്രാക്കറ്റ് i, അതായത് നമ്മുടെ അറയിലുള്ള വാല്യൂ L1 വലുതാണെന്നുണ്ടെങ്കിൽ L2ലേക്ക് ഇനി L1 കൊടുക്കാം. അതായത് L2 ഇപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് ആയി. ആൻഡ് L1ലേക്ക് അറയിലുള്ള ആ നമ്പർ കൊടുക്കാം. അതേപോലെ എൽസ് അല്ല, എൽസ് ഇഫ് കൊടുക്കണം. കാരണം നമുക്കിനി L2 നോക്കണ്ടേ. അപ്പോൾ എൽസ് ഇഫ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ ഇഫിൽ എഴുതി വെച്ചത് L1 ലെസ് ദാൻ AR സ്ക്വയർ ബ്രാക്കറ്റ് i എന്നാണ്. അപ്പോൾ എൽസ് ഇഫിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി L2 ഗ്രേറ്റർ ദാൻ AR സ്ക്വയർ ബ്രാക്കറ്റ് i ആണെന്ന് എടുത്തു. എക്സ്ട്രാ കണ്ടീഷൻ എന്താ വേണ്ടേ? L2 ഗ്രേറ്റർ ദാൻ AR സ്ക്വയർ ബ്രാക്കറ്റ് i. L2 ഗ്രേറ്റർ ദാൻ അല്ല, L2 ലെസ് ദാൻ. അതായത് L2 എന്ന് പറയുന്ന നമ്പർ അറയിലുള്ള നമ്പറിനേലും വലുതാണെങ്കിൽ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യണേ? ആദ്യം L1 ലെസ് ദാൻ അറയിലെ നമ്പർ ആണെന്ന് നോക്കും. അപ്പോൾ ഇത് ഫോൾസ് ആവുമ്പോൾ, അതായത് അല്ല L1 ഗ്രേറ്റർ ദാൻ ആണ്, അറയിലുള്ള നമ്പറിനേലും വലുതാണ് L1, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എൽസിഫിലോട്ട് വരും. അവിടെ എന്താ ഓൾറെഡി L1 ചെറുതാണ് അറയിലെ നമ്പർ എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും L2 ചെറുതാണോ അല്ലേ. L2 വലുതാണെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കുക. L2 is equal to AR സ്ക്വയർ ബ്രാക്കറ്റ് i. ഇല്ലെങ്കിൽ ഒന്നുമില്ല. സോ നമുക്ക് കോഡ് ഇവിടെ വെച്ച് നിർത്താം. ആൻഡ് ഈ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ഓടിക്കഴിയുമ്പോൾ നമുക്ക് ലാർജസ്റ്റ് വാല്യൂം സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂം കിട്ടിയിട്ടുണ്ടാവും. സോ ലാർജസ്റ്റ് വാല്യൂ ഈസ് %d /n second largest value is %d and largest value L1 second largest value L2 ആയിരുന്നല്ലോ. പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പറയൽ ലാർജസ്റ്റ് വാല്യൂ 37, സെക്കൻഡ് ലാർജസ്റ്റ് 34 കിട്ടി. കറക്റ്റാ. സോ ഞാൻ ഇതിപ്പോൾ 41 എന്ന് ഇടുകയാണ്. അപ്പോൾ ഇതായിരിക്കും ലാർജസ്റ്റും 37 ആയിരിക്കും സെക്കൻഡ് ലാർജസ്റ്റും. ഓക്കെ, ആൻസർ കിട്ടി. ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ സെക്കൻഡ് സ്മോളസ്റ്റ്. അപ്പോൾ സെക്കൻഡ് സ്മോളസ്റ്റ് ചെയ്യുന്ന നിങ്ങളായിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അതിൻ്റെ കോഡൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്മോളസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ L1 L2 പറഞ്ഞ പോലെ നമുക്ക് എന്താ S1 S2 വേണ്ടി വരും. ഇൻറ്റ് S1 S2. ഇതിലേക്ക് നമുക്ക് സ്മോളസ്റ്റും സെക്കൻഡ് സ്മോളസ്റ്റും കൊടുക്കാം. S1 ഈക്വൽ ടു S2 ഈക്വൽ ടു ഇൻറ്റു മാക്സ്. ഓക്കെ, ഇനി ആ കമ്പാരിസൺ ഓക്കെ. അപ്പൊ കമ്പാരിസൺ എങ്ങനെയാണ്? എന്താ ചെക്ക് ചെയ്യേണ്ടത്? സ്മോളസ്റ്റ് വാല്യൂവിനേലും ചെറുതാണോ അറയിലെ നമ്പർ. അങ്ങനെയാണെങ്കിൽ S2 എന്ന് പറയുന്നത് ഇപ്പൊ S1 ആവും. സെക്കൻഡ് സ്മോളസ്റ്റ് വാല്യൂ S1 ആവും. S1 അറയിലെ നമ്പർ ആവും. കാരണം അറയിലെ നമ്പറാണ് ഇപ്പൊ ഏറ്റവും ചെറുത്. ആൻഡ് S1 ഉണ്ടായിരുന്ന വാല്യൂ അപ്പൊ സെക്കൻഡ് സ്മോളസ്റ്റ് ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അല്ല ഇൻ കേസ് S1 ചെറുതാണ് അറയിലെ വാല്യൂ, പക്ഷേ S2 ചെറുതല്ല. ലൈക്ക് 3 ആണ് നമ്മുടെ സ്മോളസ്റ്റ് വാല്യൂ, 5 ആണ് നമ്മുടെ സെക്കൻഡ് സ്മോളസ്റ്റ് വാല്യൂ എന്നുണ്ടെങ്കിൽ 4 വന്നെന്ന് വെച്ചോ. അപ്പം 3 ചെറുതല്ല 4. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ബ്രേക്ക് ആയി. സെക്കൻഡ് കണ്ടീഷൻ വരുമ്പോൾ എന്താ 5 ചെറുതാണ് 4. അപ്പം നമ്മൾ S2 എന്നുള്ളത് ഇനി 4 ആക്കണം. അതേപോലെ എൽസ് ഇഫ്
S2 ഗ്രേറ്റർ ദാൻ AR സ്ക്വയർ ബ്രാക്കറ്റ് S2നേലും ചെറുതാണ് അറയിലുള്ള വാല്യൂ. അങ്ങനെയാണെങ്കിൽ S2ലേക്ക് ആ നമ്പർ ഇട്ട് കൊടുക്കുക. AR സ്ക്വയർ ബ്രാക്കറ്റ് I. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് സ്മോളസ്റ്റ് ആയിരുന്നല്ലേ, L1 L2 എന്ന് വരാം S1 S2. ഓക്കെ, 4 and 6 ആണ് എന്ന് പറഞ്ഞു. ആൻഡ് 6 4, അപ്പൊ 4 and 6 ആണ്. ഞാനിവിടെ ഒരു 3 കൂടി ഇടാം. ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. സോ ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കണ്ടേ? ലാർജസ്റ്റ് വാല്യൂ, സ്മോളസ്റ്റ് വാല്യൂ, സെക്കൻഡ് ലാർജസ്റ്റ് വാല്യൂ, സെക്കൻഡ് സ്മോളസ്റ്റ് വാല്യൂ. അപ്പോൾ ഇതേപോലെ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കുറേ ഇൻഫർമേഷൻസ് വേണ്ടി വരും, അതിന് പ്രോസസ്സിങ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ട പല മെത്തേഡ്സുകളും കാര്യങ്ങളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് മുമ്പോട്ടുള്ള വീഡിയോസിൽ. അപ്പോൾ ഈ സെയിം സംഭവം നിങ്ങൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങി, അതായത് ഒരു അറേ യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് വാങ്ങിയിട്ട് എങ്ങനെ ഈ 4 വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക.